വേറൊന്നുമല്ല, കഴിഞ്ഞ ആഴ്ച എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഇതുപോലെ ഒരാൾ ജോയിൻ ചെയ്തു. കണ്ടാൽ നല്ല മാന്യൻ, പക്ഷെ അടുത്ത് പെരുമാറിയപ്പോഴാണ് അയാളുടെ തനിനിറം മനസ്സിലായത്. പരിചയപ്പെട്ട 2-ാം ദിവസം തന്നെ അയാൾ എന്നെ പ്രപ്പോസ് ചെയ്തു. അങ്ങനത്തെ ചില ഞരമ്പുകൾ എല്ലായിടത്തും ഇല്ലയോ? പക്ഷെ ജനറലൈസ് ചെയ്യണ്ട. അയ്യോ, മിസ്റ്റർ ഐമൻ അങ്ങനത്തെ ആളാന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. സത്യത്തിൽ മിസ്റ്റർ ഐമൻ എന്നെ മാഡം എന്ന് വിളിച്ചപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. പ്രായം കൊണ്ടോ സ്റ്റാറ്റസ് കൊണ്ടോ എന്നെ അങ്ങനെ വിളിക്കേണ്ട കാര്യമില്ല. അയ്യോ, അത് ഞാൻ ചുമ്മാ തമാശക്ക് വിളിച്ച നിർത്തിയേക്കാം. വേണ്ട വേണ്ട, വിളിച്ച സ്ഥിതിക്ക് അത് മാറ്റണ്ട. അതിലൊരു സേഫ് ഡിസ്റ്റൻസ് ഉണ്ട്, അത് നല്ലതാ. മാഡത്തിന്റെ പേടി എനിക്ക് മനസ്സിലായി, പക്ഷെ എന്റെ കാര്യത്തിൽ മാഡം പേടിക്കാൻ വേണ്ട. ഒന്നാമത്തെ കാര്യം, ഞാനൊരു പബ്ലിക് ഫിഗർ ആയതുകൊണ്ടും പ്രതിച്ഛായ ഭയം ഉള്ളതുകൊണ്ടും സ്ത്രീകളോട് ഞാൻ മാന്യമായി പെരുമാറാറുള്ളൂ. ഉദാഹരണത്തിന്, ഒരു പരിചയമില്ലാത്ത നമ്പറിൽ ഒരു മിസ് കോൾ വന്നാൽ ഞാൻ തിരിച്ച് വിളിക്കില്ല. അത് പിന്നെ വലിയ വിവാദമാകത്തില്ലയോ? രണ്ടാമത്തെ കാര്യം, ഞാനൊരു പെൺകുട്ടിയായിട്ട് കമ്മിറ്റഡാ. മൂന്നാമത്തെ കാര്യം, എന്റെ സങ്കല്പത്തിലുള്ള പെങ്കൊച്ചിന് ഇച്ചിരി കൂടെ സൗന്ദര്യമുണ്ട്, അതുകൊണ്ട് മാഡം സേഫാ.